പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പഴയ വീട് എന്ന് പറയുന്നത് ഞാൻ എന്തുകൊണ്ട് ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നു, നമ്മൾ എന്തുകൊണ്ട് ഓഫ് റോഡ് ട്രിപ്പ് പോകുന്നു, ഇതിനെ പറ്റിയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ള ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോ. ഈ ഒരു വീഡിയോയും അതുപോലത്തെ ഒരു വീഡിയോ ആണ്. കാരണം ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ടീമുമായിട്ട് നമ്മൾ ഓഫ് റോഡ് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഫ് റോഡ് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 10 കാര്യങ്ങളെ പറ്റിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും നമ്മളൊരു ഓഫ് റോഡ് ട്രിപ്പ് സെറ്റ് ചെയ്യുന്ന എപ്പോഴായാലും ഒരു ടീമായിട്ടായിരിക്കും അല്ലേ. അത്യാവശ്യം 2-3 വണ്ടി അല്ലെങ്കിൽ ചിലപ്പോൾ 10-20-30 വണ്ടി ആയിക്കോട്ടെ, ഒരു ടീമായിട്ടായിരിക്കും. നമ്മൾ ഫസ്റ്റ് കാര്യം നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് ആണ്. നമുക്ക് എപ്പോഴും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. ആരാണ് ട്രിപ്പ് കോർഡിനേറ്റ് ചെയ്യുന്നത്, എത്ര വാഹനങ്ങളുണ്ട്, ഇതിൽ ഏതൊക്കെ ഇതിനകത്തെല്ലാം 4-wheel drive വെഹിക്കിൾസ് ആണോ, അങ്ങനെയുള്ള കാര്യം നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യുക. ഒരു ഐറ്റിനറി പ്രിപ്പയർ ചെയ്യുക. അതനുസരിച്ച് നമ്മുടെ ട്രിപ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഈ പ്ലാനിങ്ങിനകത്ത് എപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വരും. കാരണം നമ്മൾ പോകുന്ന ലൊക്കേഷൻ നമ്മൾ ഫിക്സ് ചെയ്യണം. എന്ത് ടൈപ്പ് ഓഫ് റോഡിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എല്ലാ ടീം മെമ്പേഴ്സായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവരെന്ത് ടൈപ്പ് ഓഫ് റോഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഹാർഡ് കോഡ് ആയിട്ടുള്ള ഓഫ് റോഡിംഗ് ആണോ, അതോ മൈൽഡായിട്ടുള്ള ഓഫ് റോഡിംഗ് ആണോ, ജസ്റ്റ് ഒരു ചെറിയൊരു ഈ പറത്തൊക്കെ ഓഫ് റോഡിംഗ് ഇല്ലാത്ത സ്ഥലത്ത് ജസ്റ്റ് പോയി ചില്ല ഔട്ട് ചെയ്യാനുള്ള പരിപാടിയൊക്കെയാണോ. അങ്ങനെ ആ ഒരു പർപ്പസ് ആദ്യം തീരുമാനിച്ചിട്ട് സ്പോട്ട് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം പ്ലാനിനകത്ത് വരും. പിന്നെ നമ്മൾ ഐറ്റിനറി എല്ലാം പ്രിപ്പയർ ചെയ്യുക. എവിടെ നിന്നാണ് മീറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ എവിടെ നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്, എവിടെയാണ് പോകുന്നത്, എവിടെ സ്റ്റേ, ഫുഡ് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മളൊരു പ്രോപ്പർ പ്ലാനിങ് സെറ്റ് ചെയ്യുക. അപ്പോൾ പ്ലാനിനകത്ത് എല്ലാ കാര്യങ്ങളും വരും. അതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, പ്ലാനിങ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെഹിക്കിൾ കണ്ടീഷൻ പക്കയാണ് എന്ന് ഉറപ്പ് വരുത്തുക. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലാനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. കാരണം നമ്മളിപ്പോൾ മഴയുള്ള സമയത്താണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് വാഹനത്തിൻ്റെ എല്ലാ കുറച്ചുകൂടെ വൈപ്പർ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ, ലൈറ്റ്സ് ഒക്കെ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെ കാര്യമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ പോലെ അത് ടെറൈനെ ബേസ് ചെയ്യും. നമ്മൾ ചൂസ് ചെയ്യുന്ന ടെറൈൻ വളരെ ഹാർഡായിട്ടുള്ള ടെറൈനാണ്. നമുക്ക് ടയേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടയർ അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള ടയർ സെലക്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഓഫ് റോഡ് പർപ്പസിനൊക്കെ മെയിൻലി ആൾക്കാർ ചൂസ് ചെയ്യുന്ന MT ടയേഴ്സാണ്. അഗ്രസീവ് 80 ടയേഴ്സും യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ കയ്യിലുള്ളത് അഗ്രസീവ് 80 ടയറാണ്, മാക്സിൻ്റെ. ടയറിനൊക്കെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുക. പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും ട്രബിൾസ് ഉണ്ടോ, ഡിഫറൻഷ്യലൊക്കെ കറക്റ്റായിട്ട് എൻഗേജ് ആവുന്നുണ്ടോ, 4-wheel drive കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ, പിന്നെ മെക്കാനിക്ക് പരമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കറക്റ്റായിട്ട് നമ്മൾ വെഹിക്കിളിൻ്റെ കണ്ടീഷൻ എപ്പോഴും കറക്റ്റായിട്ട് നോക്കുക. ഓഫ് റോഡ് പോകുന്നതിന് മുന്നേ ഒരിക്കലും ഒരു റിസ്ക് എടുക്കരുത്. ഞാൻ ഉറുമ്പിക്കര പോകുന്നതിന് മുന്നേ തലേ ദിവസമാണ് എൻ്റെ വണ്ടിയുടെ ബാറ്ററി വീക്കായി പോയത്. എന്തൊരു ഭാഗ്യം പോലെ ഞാൻ കരുതുന്നു. പോയി കഴിഞ്ഞിട്ട് കാട്ടിനകത്ത് അങ്ങനെ വെച്ച് വണ്ടി ബാറ്ററി വീക്കായിരുന്നെങ്കിൽ ആകപ്പെടെ പെട്ടുപോയെ. അപ്പോൾ അത് എന്തൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്തപ്പോഴാണെങ്കിൽ ഒരു ബാറ്ററി വീക്കാണെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളും വണ്ടിയുടെ മെക്കാനിക്കൽ പരമായിട്ട് വണ്ടി പക്ക കണ്ടീഷൻ ആയിരിക്കണം. അപ്പം പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത് വെഹിക്കിൾ കണ്ടീഷനാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനത് പ്രധാനപ്പെട്ടതായിട്ട് പറയുന്ന കാര്യം തന്നെയാണ് കേട്ടോ. കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ മിക്ക ഓഫ് റോഡ് ലൊക്കേഷൻസും കാട്ടിലും മേട്ടിലും മലയിലും കുന്നിലും റേഞ്ച് ഇല്ലാത്ത റിമോട്ട് ഏരിയയിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടത് നമ്മൾ ബാക്കിയുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 10 പേരായിട്ടുള്ള ടീമായിട്ടാണ് പോകുന്നത്, 10 വണ്ടികളായിട്ടുള്ള ടീമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ റേഞ്ചുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ പോകുന്ന ആൾക്ക് മേ ബി ചിലപ്പോൾ അത് കോർഡിനേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും ബാക്കി വരുന്ന ആളുടെ വണ്ടിയുടെ സ്റ്റാറ്റസ് അറിയാൻ ഒരു വഴിയില്ല. അപ്പോൾ എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ഓഫ് റോഡ് ട്രിപ്സിൽ മെയിൻലി ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു വോക്കി ടോക്കിയാണ്. അപ്പം എൻ്റെ കയ്യിൽ ഒരു വോക്കി ടോക്കി ഉണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന വോക്കി ടോക്കി. ഇത് ശരിക്കും നമ്മുടെ പജero ക്ലബ്ബിൽ അഡ്മിൻസിൻ്റെ വോക്കി ടോക്കിയാണ്. നമ്മുടെ ഓഫ് റോഡ് ട്രിപ്സിനെല്ലാം കൊണ്ടുവരുന്ന വോക്കി ടോക്കിയാണ്. ഇത് 4 എണ്ണം ഉണ്ട്. ഏകദേശം ഒരു 4 കിലോമീറ്റർ റേഞ്ച് ഉള്ള ഒരു അടിപൊളി വോക്കി ടോക്കിയാണ്. ബാറ്ററി ബാക്കപ്പ് എന്നൊക്കെ പറയാൻ അസാധ്യമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു വോക്കി ടോക്കി അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നിങ്ങൾ സ്ഥിരമായിട്ട് ഇനി ഓഫ് റോഡിങ് ഇതുപോലെ ഈ ക്ലബ്ബുമായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് നിങ്ങൾ സ്ഥിരമായിട്ട് ഓഫ് റോഡിങ് പോകുന്ന ടീമുകളാണെങ്കിൽ, നിങ്ങൾ സ്ഥിരമായിട്ടും അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് ഓഫ് റോഡ് പോകുന്ന ടീമാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ വോക്കി ടോക്കി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡ് ടെറൈൻ പോകുമ്പോൾ നമുക്ക് കാണാം ഒരേ സ്ഥലമാണെങ്കിൽ പോലും ചില വണ്ടികൾ വളരെ ഈസി ആയിട്ട് ആ ടെറൈൻ കയറിപ്പോവും. ചില വണ്ടികൾ അവിടെ സ്ട്രഗിൾ ചെയ്യും. കുറേ തവണ സ്ട്രഗിൾ ചെയ്തിട്ട് റിവേഴ്സൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും ആ വണ്ടി കയറുക. ബേസിക്കലി വണ്ടി രണ്ടും മോഡൽ സെയിം ആയിരിക്കും. പക്ഷേ ആദ്യം കയറിപ്പോയ വണ്ടി ഈസി ആയിട്ട് ആ ഒരു ടെറൈൻ ക്രോൾ ചെയ്ത് കയറിപ്പോകാനുള്ള കാരണം അതിൽ മേ ബി ചിലപ്പോൾ അതിൽ ഓഫ് റോഡ് സ്പെസിഫിക് ആയിട്ടുള്ള ആക്സസറീസോ അപ്ഗ്രേഡ്സോ മോഡ്സോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഓഫ് റോഡ് പോകുമ്പോഴത്തേക്കിന് വാങ്ങിച്ച് വെക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഓഫ് റോഡ് ആക്സസറീസ് എപ്പോഴും നമ്മൾ മാക്സിമം പറ്റുന്നത് പോലെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള എപ്പോഴും വാങ്ങിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഒരു വളരെ അത്യാവശ്യം ഹാർഡ് കോഡ് ആയിട്ടുള്ള ടെറൈനിൽ നിങ്ങളുടെ ടീമായിട്ട് പോവുകയാണെങ്കിൽ എല്ലാ വണ്ടിയിലില്ലേ പോലും നിങ്ങളുടെ ടീമിൽ തന്നെ അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ഓഫ് റോഡ് ആക്സസറീസ് എന്തായാലും റെക്കമെൻഡഡ് ആണ്.
റെക്കമെൻഡ് ഇൻ ദ സെൻസ് അത് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും റിക്കവറി പർപ്പസ് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഞാനങ്ങനെ 1-2 ഓഫ് റോഡ് ട്രിപ്പ് പോയപ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് റിക്കവറി എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള അവസ്ഥ വന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറഞ്ഞത് എപ്പോഴും ഒരു ഓഫ് റോഡിങ് ഗിയേഴ്സ് എന്നാണ് പറയുക. ആ ഓഫ് റോഡിങ് ഗിയേഴ്സ് നമ്മളെപ്പോഴും നമ്മൾ ടീമായിട്ട് പോകുമ്പോൾ നമ്മൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ വാങ്ങിച്ചിട്ടോ എല്ലാവരും പൈസ ഇട്ട് വാങ്ങിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ സാധനം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായിട്ട് നമ്മൾ ആൾക്കാർ വാങ്ങിച്ച് വെക്കുന്ന ഒരു വൺ ഓഫ് ദ കോമൺ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ വിഞ്ച് വെക്കാറുണ്ട്. വിഞ്ച് എപ്പോഴും യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്, വിഞ്ച് വെക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫാം ജാക്ക് യൂസ് ചെയ്യാറുണ്ട്. ഫാം ജാക്ക് ഞാൻ പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ പോയിട്ടുള്ള ട്രിപ്സിൽ 2 ട്രിപ്പിൽ ഫാം ജാക്ക് യൂസ് ചെയ്യുന്ന അവസരം വന്നിട്ടുണ്ട്. ഫാം ജാക്ക് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ട്രാക്ഷൻ ബോർഡ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മറ്റേ സ്ട്രാപ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അക്സസറീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ അക്സസറീസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഓഫ് റോഡ് മോഡ്സ് അല്ലെങ്കിൽ ഓഫ് റോഡ് അപ്ഗ്രേഡ്സിന് സ്പെക്കിനകത്ത് വരുന്നതാണ് ഫോഗ് ലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോഗ് ലൈറ്റ്സിന് തന്നെ പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫോഗ് ലൈറ്റ്സ് ഉണ്ട്. ഹാലജൻ ഉണ്ട്, LED ഉണ്ട്, HID ഉണ്ട്. പിന്നെ ഈ ഫോഗ് ലൈറ്റ്സ് പൊസിഷൻ ചെയ്യുന്നതിനകത്ത് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. 4 ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് ഫോഗ് ലൈറ്റ്സ് പൊസിഷൻ ചെയ്യാം. ഇത്തരം ആക്സസറീസ്, അതായത് ഓഫ് റോഡ് ഗിയേഴ്സ് നിങ്ങൾ സെൽഫ് സഫീഷ്യൻ്റ് ആണ് നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ട് മാത്രം നിങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ 5ാമത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മളൊരു ടീമുമായിട്ട് പോകുമ്പം നമ്മളതിനെ ഒരു കോൺവോയ് എന്നാണ് പൊതുവെ പറയുക. നമ്മളിങ്ങനെ എല്ലാവരും പുറകെ ഇങ്ങനെ ഒരു വരിയായിട്ട് പോകുന്നതിന് നമ്മൾ കോൺവോയ് എന്ന് പറയും. അപ്പം നമ്മളൊരു ഓഫ് റോഡിങ് ട്രിപ്പ് പോകുമ്പോഴത്തേക്കിനും എപ്പോഴും ഒരു കോൺവോയിൽ ഒരു പാറ്റേൺ നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പാറ്റേൺ അനുസരിച്ച് തന്നെ പോവുക. ഇടയ്ക്ക് ഒരാൾക്ക് എന്തെങ്കിലും ബ്രേക്ക് അല്ലെങ്കിൽ ഒന്ന് നിർത്തേണ്ട ഒരു അവസരം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ വോക്കി ടോക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഹോൺ അടിച്ചിട്ടോ 2 ഫ്ലാഷ് അടിച്ചിട്ടോ എന്തെങ്കിലും ഒരു സിഗ്നൽ കൊടുത്തിട്ട് പുറകിലുള്ള വണ്ടിക്കാരനെയും കൂടെ അറിയിക്കുക. അപ്പോൾ അങ്ങനെ എന്നിട്ട് ആ വണ്ടി ഓക്കെ ആയതിനു ശേഷം നിങ്ങൾ മുന്നോട്ട് പോവുക. അതിനിടയ്ക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ കോർഡിനേറ്റേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യുക. അതിനെല്ലാം ഈ വോക്കി ടോക്കി വേണം, പ്രത്യേകിച്ച് റേഞ്ചുള്ള സ്ഥലമാണെങ്കിൽ. അപ്പം നമ്മളൊരു കോൺവോയിൽ പോകുകയാണെങ്കിൽ ആ ഒരു കോൺവോയ് നമ്മൾ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോവുക. അതാണ് അടുത്ത ടിപ്പ്. പിന്നെ 6ാമത്തെ ഒരു ചെറിയ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പല വണ്ടികളായിട്ട് നമ്മൾ ഓഫ് റോഡിങ്ങിന് പോകാമെന്ന് വെച്ചു. അപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നു, അപ്പോൾ ചെറിയ വഴിയായിരിക്കും, വളവുള്ള തിരിവുള്ള വഴിയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഐഡിയൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ വരുന്ന ബിഗ്ഗസ്റ്റ് വെഹിക്കിൾ എപ്പോഴും ആ ട്രെയിലിനെ ലീഡ് ചെയ്യുക. നമ്മുടെ ആ കോൺവോയെ ലീഡ് ചെയ്യേണ്ടത് ബിഗ്ഗസ്റ്റ് വെഹിക്കിൾ ആയിരിക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10 ഒരു വണ്ടിയുള്ളൊരു കോൺവോയ് ഇങ്ങനെ ഓഫ് റോഡ് കയറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നൊരു അത്യാവശ്യം ആ ഗ്രൂപ്പിൽ തന്നെയുള്ള ബിഗ്ഗസ്റ്റ് വെഹിക്കിൾ ആണെങ്കിൽ ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരികയാണ് അല്ലെങ്കിൽ ഒരു ടീം വരികയാണ്. അപ്പോൾ നമുക്ക് സൈഡ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടെങ്കിൽ ഈ ബിഗസ്റ്റ് വെഹിക്കിൾ ഒരു ട്രെയിൽ അല്ലെങ്കിൽ ഒരു സൈഡിലൂടെ ഒരു വഴി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി പുറകിൽ വരുന്ന അതിനേക്കാൾ ചെറിയ വാഹനങ്ങൾക്കെല്ലാം ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും. അതല്ല നേരെ മറിച്ച് ഈ ബിഗസ്റ്റ് വെഹിക്കിൾ നടുക്കാണ് ഏറ്റവും ബാക്കിലാണ് വരുന്നതെങ്കിൽ എല്ലാ വണ്ടിയും പോയിട്ട് പിന്നെ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവുകയും പിന്നെ ആ വണ്ടി ക്ലിയർ ചെയ്യാനും സൈഡ് മറ്റേക്കൊരു പ്രശ്നം ഉണ്ടാവും. ഇതിപ്പോൾ ഫസ്റ്റ് വെഹിക്കിൾ തന്നെ നമ്മളൊരു സൈഡ് കൊടുത്ത് കയറി പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ pretty ഈസിയാണ്. പെട്ടെന്ന് തന്നെ എല്ലാ ആ ഒരു ടീമിനെ പെട്ടെന്ന് അങ്ങ് പോവാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു തിയറി എന്ന് പറയുന്നത്. ബിഗസ്റ്റ് വെഹിക്കിൾ ഓൾവേസ് ലീഡ് ദ കോൺവോയ് അല്ലെങ്കിൽ ലീഡ് ദ ടീം. പിന്നെ 7th പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ്. നമ്മൾ ഓഫ് റോഡൊക്കെ നമ്മൾ ഇതുപോലെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ഇഷ്ടം പോലെ വണ്ടിക്കകത്ത് വെള്ളം കരുതണം. അത്യാവശ്യമായിട്ട് കരുതുന്ന സാധനമാണ് വെള്ളം. കാരണം വെള്ളം കിട്ടാതെ ചിലപ്പോൾ ഏതെങ്കിലും വണ്ടി നമ്മൾ എന്തെങ്കിലും റിക്കവറി പർപ്പസോ അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും ട്രബിൾസും എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടി ശരിയാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആൾക്കാരായിട്ട് കൂടി നിന്ന് പിടിച്ച് വലിക്കുക, കയറ്റുക, കല്ല് മാറ്റുക, മണ്ണ് മാറ്റുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ നമ്മൾ ഏർപ്പെടും. അങ്ങനെ ഏർപ്പെട്ട് കഴിയുമ്പോഴത്തേനും നമ്മൾ ഭയങ്കര ടയേർഡാവും. അപ്പം ഇത്രയും പേരും ഉണ്ട് കൂടെ. അപ്പം നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും ദാഹം മാറ്റാൻ ക്ഷീണം വരണം, വെള്ളമില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ എല്ലാ വണ്ടിക്കകത്തും അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു ക്യാനിനകത്ത് വെള്ളം കൊണ്ടുപോകുക. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.